നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് ജില്ലയിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കാർഷിക സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഹർത്താലിന് തീരുമാനമായത്. വന്യജീവി ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കാനോ വാഹനം തടയാനോ താങ്കൾ മുതിരില്ലെന്നും മനസാക്ഷി മരവിക്കാത്തവർ ഹർത്താലിനോട് സഹകരിക്കണമെന്നും കർഷക സംഘടനകൾ പറഞ്ഞു. ആനകളെ പിടികൂടാനുള്ള ശ്രമം വിജയിക്കാതെ വന്നതോടെ പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ്. ഞായറാഴ്ച പകൽ മുഴുവൻ തെരച്ചിൽ നടത്തിയിട്ടും ആനയെ വെടിവെക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആന നിരന്തരം സഞ്ചരിക്കുന്നതാണ് പ്രതിസന്ധിയിലായത്. മണ്ണുണ്ടി കോളനിയിൽ വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. ഏറെ നേരം ബാവലിയിൽ ഉണ്ടായിരുന്ന ആന പിന്നീട് മണ്ണുണ്ടി ഭാഗത്തെ ഉൾവനത്തിലേക്ക് പോയി. ഇരുട്ടായതോടെ ദൗത്യം അവസാനിപ്പിക്കാനായിരുന്നു വനംവകുപ്പിന്റെ നീക്കം. കർണാടക അതിർത്തിയായ ബാവലിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ആനയ്ക്കായി രാവിലെ മുതൽ തെരച്ചിൽ നടത്തിയത്. ഇതിനിടെ റേഡിയോ കോളറിലെ സിഗ്നൽ ഉപയോഗിച്ച് ആന എവിടെയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചെങ്കിലും ഉൾവനമായതിനാൽ വെടിവെക്കാൻ സാധിച്ചില്ല. ഉച്ചയോടെ ആനയെ വെടിവെക്കാൻ പറ്റിയ സാഹചര്യത്തിൽ കണ്ടെത്തിയെങ്കിലും കുംകിയാനകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ആന അവിടെ നിന്ന് പോകുകയായിരുന്നു. ഇരുട്ടായതോടെ ആനയെ വെടിവെക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കാൻ വനംവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 7:30ക്കാണ് പടമല പനച്ചിയിൽ അജീഷിനെ കാട്ടാന വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്നത്. തുടർന്ന് മൃതദേഹവുമായി നാട്ടുകാർ മാനന്തവാടി നഗരം ഉപരോധിച്ചു. ചർച്ചകൾക്ക് ശേഷം ശനിയാഴ്ച വൈകിട്ടോടെയാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്.